ഹലോ, അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി കണ്ടിന്യൂ വീഡിയോ ആണിട്ടത്. അപ്പോൾ കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മളുടെ ദേവൂട്ടിയുടെ ഒപ്പനുള്ള ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ദോശ കിട്ടാം. നമ്മൾ 2 ദിവസത്തിനായിട്ട് മാവ് അരയ്ക്കാം. അപ്പോൾ ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും, ഒരു ദിവസം ദോശ ഉണ്ടാക്കും. അപ്പോൾ അതിലേക്ക് വേണ്ടിയുള്ള ചമ്മന്തിക്ക് സബോള വഴറ്റിയാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ഞങ്ങളിങ്ങനെ വഴറ്റിയിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കാറ്. പിന്നെ നമ്മൾ ദോശച്ചട്ടിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ശരിക്കും കിട്ടണില്ല. അത് കാരണം ഇങ്ങനെ അടർത്തിയിട്ട് കഷ്ണം ഒക്കെ ആയിട്ടാണ് കിട്ടി തുടങ്ങിയത്. അവസാനം നമ്മളന്ന് റെഡിയായി കിട്ടിയത് കേട്ടോ. അപ്പോൾ ദോശയും ചട്നിയും ചമ്മന്തിയൊക്കെ കഴിച്ചു. വേഗം തന്നെ പുറപ്പെട്ട് പോവാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. 9:30 ആകുമ്പോഴത്തേനും നമുക്ക് സ്കൂളിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട് ടീച്ചർ. കാരണം മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളെന്തായാലും 10 മണിയൊക്കെ ആയിട്ടോ. നമുക്കിവിടെ അടുത്തായ കാരണം ഒന്ന് താമസിച്ചതാണ്. അപ്പോൾ ഞാൻ വേഗം ഡ്രസ്സ് മാറി. അതിന് ശേഷം ഇവളേനെ ഈ ഒപ്പനയുടെ ഡ്രസ്സ് തന്നെ കേട്ടോ. നമ്മളിവിടെ എടുത്തല്ലേ, അത് കാരണം ഇതന്നെ ഇട്ടിട്ടാണ് കൊണ്ടുപോകാൻ വിചാരിച്ചു. പിന്നെ ഉടുപ്പ് കുഴപ്പമില്ല, ഇടാൻ പറ്റിയ ഉടുപ്പ് തന്നെയാണ്. അപ്പോൾ ഇതന്നെ ഇട്ടിട്ടാണ് കൊണ്ടുപോകാൻ വിചാരിച്ചു. അപ്പോൾ അതും മാലയും വളൊക്കെ ഇവിടുന്ന് തന്നെ നമ്മൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാനും ഏട്ടനും കുഞ്ഞിച്ചക്കനും കൂടിയിട്ട് ആദ്യം പോയി. പിന്നെ പിള്ളേരൊക്കെ കൂടിയിട്ട് ഏട്ടൻ കൊണ്ടുവരിക ചെയ്തിട്ട്. അപ്പം നമ്മൾ ക്ലാസ്സിൽ വന്നപ്പം കുറച്ച് പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാവരും കൂടി അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് പരിപാടി തുടങ്ങാൻ കുറച്ച് താമസിച്ചു. അപ്പോൾ ആദ്യം കുറേ സാറുമാർക്കൊക്കെ ഉപഹാരങ്ങൾ കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് കണ്ടു. ഇന്നത്തോടെ അങ്ങനെ നമ്മളുടെ സ്കൂളത്തെ പരിപാടികളൊക്കെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വർഷം എല്ലാ പരിപാടികളും ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മളെ പാറുട്ടിയുടെ ഒക്കെ കുറേ മുന്നേ കഴിഞ്ഞ് പോയി. പിന്നെ ദേവുട്ടിയുടേതാണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതോടെ നമ്മൾ സ്കൂളായിട്ട് ഇനിയൊരു ഇതില്ല. നമ്മൾ ഇനി അടുത്ത കൊല്ലം ഉണ്ടാവുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ഭാഗത്ത് നിൽക്കാതെ ഓടിക്കളി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ പിന്നാലെ നടക്കലായിരുന്നു നിൽക്കും ഏട്ടനും പണി. അങ്ങനത്തെ ഫൈനൽ നമ്മളുടെ ഒപ്പന ഏകദേശം കയറാനായി. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റായിട്ടുള്ളൊരു ലുക്കാണിത്. കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ന്യൂജൻ ഒപ്പനയാണ് കേട്ടോ. അതുപോലെ പിള്ളേരുടെയും ടീച്ചറുടെയും അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ എല്ലാം റെഡിയായി സ്റ്റേജിൻ്റെ ബാക്കിലേക്ക് ആക്കി കൊടുത്തതിൻ്റെ ശേഷം നമ്മളും എല്ലാം അങ്ങോട്ട് സ്കൂട്ടായിട്ട ഫ്രണ്ടിലേക്ക്. അതിന് നമുക്ക് ഫ്രണ്ടിലിരുന്ന് കാണാം അവരുടെ ഒപ്പന എങ്ങനെയുണ്ടെന്ന്. ഇതിൻ്റെ മുന്നേ ഒരു കുഞ്ഞി ടീമിൻ്റെ ഒപ്പന കഴിഞ്ഞു കേട്ടോ, UKGയുടെ. അപ്പോൾ ഇത് LKGയുടെ ആണ്. അപ്പോൾ ഇതാ ഒപ്പന നല്ല രസമുണ്ടായിരുന്നു. പാട്ട് നമ്മളുടെ തളിർമുല്ല വീതനിച്ച ആ ഒരു സോങ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ കളിക്കുമ്പോൾ ദേവുവിൻ്റെ മുഖത്ത് അങ്ങനെ ചിരി വന്നിരുന്നില്ല കേട്ടോ. അത് ഭയങ്കര ഗൗരവത്തിലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ചിരിച്ചിട്ട് നന്നായി കുണുങ്ങി കളിക്കണം കേട്ടോ, അപ്പോഴാണ് ഒന്നുകൂടി ഭംഗിയെന്നുണ്ട്. അപ്പോൾ ആൾ ഭയങ്കര ചിരിയും കുണുക്കൊക്കെ ഇരുന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. മൊത്തത്തിൽ എല്ലാ പിള്ളേരും അതേട്ടാ. പിന്നെ ഇന്നലെ ആയിരുന്നല്ലോ ലാസ്റ്റ് പ്രാക്ടീസ്. അപ്പോൾ തന്നെ ഏകദേശം എല്ലാവരും ഓക്കെ ആയിരുന്നു. പിള്ളേരെല്ലാവരും അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഗ്ലാസ് വെക്കുന്ന ഒരു ടൈമിൽ ഏറ്റവും ലാസ്റ്റത്തെ ഒരു ടൈം ആകുമ്പോഴാണ് ഈ കൂളിംഗ് ഗ്ലാസ് നമ്മൾ വെച്ചിട്ട് കളിക്കുന്നത്. ആ ഒരു ടൈമിൽ ദേവുട്ടി ഒന്ന് മറന്നുപോയി. അപ്പോൾ അപ്പുറത്തെ കുട്ടി പറഞ്ഞു കൊടുത്തപ്പോൾ അവൾ വേഗം വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞതാ മൊത്തം എല്ലാ പിള്ളേരെയും സ്റ്റേജിൽ കയറ്റിയിട്ട് ആവേശത്തിലെ സോങ് കണ്ടിട്ട് കൊടുത്ത്. പിന്നെ മക്കളെ കാലുമ്പോൾ സ്പ്രിങ് കെട്ടിയ പോലെയായിരുന്നു, നിന്ന് തുള്ളിയായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ഒരു എൻജോയ്മെൻറ്റ് സത്യം പറഞ്ഞതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അടിപൊളിയായിരുന്നു. ടീച്ചേഴ്സ് ആയാലും എല്ലാവരും. അപ്പോൾ ഇന്നെപ്പോലെ തന്നെ ബാക്കി പേരൻസ് ആയാലും ഒക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതിനിടയിൽ അവർക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു, പിന്നെ സ്നാക്സും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഓരോ തിരക്കിൻ്റെ ഇടയിലായിരുന്നു അത്. പിന്നെ ലാസ്റ്റ് സമ്മാനം വാങ്ങി കുറച്ച് ഫോട്ടോസ് എടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഓരോ അച്ചാറും വാങ്ങി തിന്നിട്ട് പോരുക കേട്ടോ. നടന്നു പോരുകയാണ്. അങ്ങനെ സ്കൂൾ ഇനി അടുത്ത കൊല്ലം കാണുള്ളൂ. എല്ലാവരും അച്ചാർ തീറ്റല്ല. നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇത്തിരി നേരം ഒന്ന് കിടന്നു കേട്ടോ. കാരണം രാവിലെ തൊട്ടിട്ടുള്ളൊരു ഓടിപ്പാച്ചലായിരുന്നു. അപ്പോൾ കിടന്ന് രാവിലെ തിരുമ്പാൻ പറ്റിയില്ല. കുറച്ച് തിരുമ്പാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ അപ്പോൾ തിരുമ്പിയിട്ട് മേലെ കൊടുന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും നാളത്തൊക്കെ വെയിലുണ്ടിട്ട് മെല്ലെ ഉണങ്ങി കിട്ടിയാൽ നമുക്ക് ധൃതിയൊന്നുമില്ല. ദേവുട്ടി നല്ല ഉറക്കമാണ്. പാറു പിന്നെ നല്ല കളിയിലാണ്. ദേവുട്ടിയുടെ അച്ഛനും
ഉണ്ണിയൊക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ എന്താ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് വന്നത്. ഇത് ഉണക്കിയിട്ട് വേണം നമുക്ക് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി ചോറിൻ്റെ വെള്ളം തിളക്കിയിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് നമ്മളെ പരിപാടികൾ വേഗം കഴിക്കണം. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ചേട്ടാ, നേരത്തെ കിടന്ന് ഉറങ്ങണമെന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നണില്ല. രുദ്ര ഇപ്പോൾ കിടന്നുറങ്ങി കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ കുറച്ച് വഴുകും. അപ്പോൾ എന്തായാലും പണികൾ വേഗം കഴിക്കട്ടെ. അങ്ങനെ മേലെന്ന് വന്ന് നമ്മൾ കുറച്ച് തുണികളുണ്ടായിരുന്നൊക്കെ മടക്കി വെച്ചു. അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, വേവാനായി. അപ്പോൾ ഇനി കാലത്ത് വെച്ച ചോറ് ലേശമുണ്ട്, അതും കൂടി ഇതിൻ്റെ കൂടെ തട്ടിയിട്ട് ഒരുമിച്ച് ഇങ്ങോട്ട് ഊറ്റിയെടുത്താൽ നമ്മളെ ചോറിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഏട്ടൻ കുറച്ച് നേരമായി ചായക്കെന്താ ചോദിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് അവിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തേങ്ങയും കൂടിയിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കൂട്ടി ചായയൊക്കെ കൂടി കഴിഞ്ഞപ്പോഴാണ് ഇന്ന് പച്ചക്കറി ആയിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു കുറച്ച് ഉണക്കൽ കൊടുന്നേരം അത് വറക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പപ്പടവും കാച്ചി മാന്തളും കുറച്ച് 2 കഷ്ണം സ്രാവിൻ്റെ ഉണ്ടായിരുന്നു. അത് കുറച്ച് ദിവസം മുന്നേ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് നമ്മൾ വറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പപ്പടം കാച്ചുമ്പോൾ തുടങ്ങി രുദ്ര പപ്പടം വേണം പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവന് നേരത്തെ ചോറ് കൊടുക്കുക. ഏകദേശം 8 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറ് അവന് കൊടുത്തതിന് ശേഷം ഞാൻ ലാസ്റ്റ് ആ കിണ്ണത്തിൽ തന്നെ ചോറിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ ചോറിനെല്ലാം അങ്ങനെ കഴിച്ചു. അപ്പോൾ പച്ചക്കറിയും ഈ എന്താ പറയുക ഉണക്കലും കൂടി കഴിക്കാൻ ഒരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എന്നെക്കാളും ഇത് ഇഷ്ടമുള്ള ഒരാളുണ്ട് ഇവിടെ. ഏട്ടന് ബിരിയാണി കിട്ടിയ പോലെയാണ് ഇങ്ങനെ ഈ ചക്കക്കുരും മാങ്ങയും മുരിങ്ങക്കായൊക്കെ ഇട്ടൊരു കറി വെക്കും ഇവിടെ. ഈ ചക്കയുടെ സീസണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് വെക്കുന്ന ആ ഒരു കറിയും ഉണക്കമീനും കൊടുത്ത ആൾക്ക് ഞാൻ പറയും എനിക്ക് ബിരിയാണി കിട്ടിയ പോലെയാണ് നിങ്ങൾക്ക് ഈ ഒരു സംഭവം കിട്ടിയിരുന്നത്. അത്രയും ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല, എന്നാലും ഇതുപോലെ പച്ചക്കറിയും പച്ചത്തേങ്ങ അരച്ച കറിയും ഇതുപോലെ ഉണക്കലും കൂടിയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബിരിയാണി പിന്നെ അത് വേറൊരു വികാരമാണ്, അതിനെ മറിച്ച് വേറെ ഒന്നുമില്ല എനിക്ക്. അപ്പോൾ അത് ഊണിക്കലൊക്കെ കഴിഞ്ഞു, ഞാനും വേഗം കഴിച്ചു. അതപ്പോൾ അവർ വണ്ടിയിൽ ഇങ്ങനെ റൈഡ് ചെയ്ത് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മേലൊരുക്കലും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ റൂമൊന്ന് ക്ലീൻ ചെയ്യാണ്ട് അടിച്ച് വാരിയിട്ട് നമ്മൾ രാത്രി കിടക്കണതിൻ്റെ മുന്നേ ഒന്ന് അടിച്ച് വാരി തുടച്ചിട്ടാ. താഴെ കിടക്കണ കാരണം അത് നിർബന്ധമാണ്. കാരണം പിള്ളേർ ഓരോന്നും കൊടുന്ന് കഴിച്ചിട്ടൊക്കെ അവിടെയും ഇവിടെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉറുമ്പും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം ആ നേരത്തെ ഒന്ന് അടിച്ച് തുടയ്ക്കും. അപ്പോൾ അടിച്ച് തുടയ്ക്കൽ വൈകുന്നേരം ആകുമ്പോൾ എന്തായാലും എന്നും ചെയ്യണത്. പക്ഷേ രാത്രി ഒന്നും കൂടെ ആ റൂം മാത്രം ഒന്ന് അടിച്ച് തുടച്ചിട്ടാണ് ഞാൻ താഴെ കിടക്കണ കാരണം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് മേല് കഴുകി. അത് കഴിഞ്ഞിട്ട് രുദ്രുവിനെ ഒന്ന് മേല് കഴുകി. അവൻ വണ്ടിയുമ്മലൊക്കെ കയറി കളിച്ച് മുറ്റത്തൊക്കെ ഉരുണ്ടിട്ട് ഏകദേശം മേലൊക്കെ പൊടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് മേല് കഴുകി. ഇനി ഇത് അവനെ ഉറക്കണം മെയിനായിട്ട്. ഞങ്ങൾ രണ്ടാളും ഫുഡടി കഴിഞ്ഞതാണ്. ഇനി അച്ഛനും മക്കളും മാത്രമേ കഴിക്കാനുള്ളൂ, ദേവട്ടിയും പാറട്ടിയും. അപ്പോൾ അവർ കഴിക്കട്ടെ, ഞങ്ങൾ എന്തായാലും ഇനി ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ ബായ്. നമ്മളെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്.